അമേരിക്കൻ മാർക്കറ്റിൽ കൺസ്യൂമർ സെൻറ്റിമെൻറ്റിൽ ചെറിയ മാറ്റം വന്നെങ്കിലും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ മാർജിനലി പോസിറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. ജപ്പാൻ്റെ ഇൻഡെക്സ് 0.3, കൊറിയൻ ഇൻഡെക്സ് 0.3, ഹോങ്കോങ് ഇൻഡെക്സ് 0.7% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് മാർജിനലി ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് നൽകിയത്. ഡോ ജോൺസ്, നാസ്ഡാക്ക് തുടങ്ങിയ ഇൻഡെക്സുകൾ 0.7%, 0.1% ഉയർന്നിരുന്നു. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റും മാർജിനലി പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. എന്നാൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം 5371 കോടിയുടെ ബൈങ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2768 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് ഇൻഫോസിസ് BPM നെതർലാൻഡ് എന്ന പേരിൽ ഒരു സബ്സിഡറി കമ്പനിയെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വരുൺ ബിവറേജ് എന്ന കമ്പനി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുന്നതിന് വേണ്ടി ആസ്പിരേറ്റീവ് ക്രിയേറ്റീവ് വെഞ്ചർ എന്ന കമ്പനിയുടെ 14% സ്റ്റേക്കുകൾ 2.24 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. അരവിന്ദ് സ്മാർട്ട് സ്പേസസ് എന്ന കമ്പനി ബാംഗ്ലൂരിൽ 200 പ്ലോട്ടുകൾ 180 കോടി രൂപയ്ക്ക് സെൽ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ ഹെൽത്ത് ക്ലെയിം പ്രോസസ്സിൽ അനാവശ്യ ലാബ്സ് ഇടപെടുത്തുന്നു അല്ലെങ്കിൽ അനാവശ്യമായി ലാബ്സ് ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണം നേരിട്ടു എന്ന രീതിയിൽ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതേസമയം ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ സൈഡിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് സ്റ്റാർ ഹെൽത്ത് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാഡ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. മാർച്ച് 25 കമ്പനി അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിരുന്നു. 30,000 കോടി രൂപയുടെ ബോറോവിംഗ് പ്ലാനാണ് കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ അപ്രൂവ് ആയത്. റെഡിംഗ്ടൺ ഇന്ത്യ എന്ന കമ്പനിക്ക് 175 കോടി രൂപയുടെ ഇൻകം ടാക്സ് ഡിമാൻഡ് നോട്ടീസും, മാരുതി സുസുക്കി എന്ന കമ്പനിക്ക് 2966 കോടി രൂപയുടെ ടാക്സ് അസസ്മെൻറ്റും, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് 559 കോടി രൂപയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസും ലഭിച്ചിട്ടുണ്ട്. NCCC എന്ന കമ്പനി ഭാരത് നെറ്റ് പ്രോജക്ട്സിൻ്റെ പശ്ചാത്തലത്തിൽ BSNL നിന്നും 10,805 കോടി രൂപയുടെ 2 ഓർഡറുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. വെൽപ്സൺ എൻ്റർപ്രൈസസ് എന്ന കമ്പനിക്ക് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ നിന്നും 280 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. മിൻഡ കോർപ്പറേഷൻ എന്ന കമ്പനി അതിൻ്റെ ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി മാർച്ച് 28 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. മണപ്പുറം ഫിനാൻസും മാർച്ച് 29 ഫണ്ട് റൈസുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലെടുക്കുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. സാറ്റിൻ ക്രെഡിറ്റ് നെറ്റ്വർക്ക് എന്ന കമ്പനി ഏകദേശം 213 കോടി രൂപയുടെ വില വരുന്ന കമ്പനിയുടെ ലോൺ പോർട്ട്ഫോളിയോയും ഔട്ട്സ്റ്റാൻഡിംഗ് വാല്യൂവും മറ്റൊരു അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് സെൽ ചെയ്തു. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. വിഗോത്ത് പവർ ഇൻ്റർനാഷണൽ എന്ന US കമ്പനിയുമായി ടെക്നോളജി കൊളാബറേഷൻ കമ്പനി തുടർന്ന് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇറാഡ എന്ന കമ്പനി 910 കോടി രൂപ പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ടയർ 2 ബോണ്ട് വഴി റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. വാരി എനർജി എന്ന കമ്പനി ഗുജറാത്തിൽ 5.4 ജിഗാവാട്ട് ശേഷിയുള്ള സോളാർ സെൽ പ്ലാന്റ് ഇന്ന് ഇനാഗുറേറ്റ് ചെയ്തു. വാരി റിന്യൂവബിൾ എന്ന കമ്പനിക്ക് സോളാർ പവർ പ്രോജക്റ്റിൽ നിന്നും ഏകദേശം 232 കോടി രൂപയുടെ ഒരു സോളാർ പവർ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. 170 മെഗാവാട്ട് ശേഷിയുള്ള പ്ലാന്റ് സെറ്റപ്പ് ചെയ്യാനുള്ള ഓർഡറാണ് വാരി റിന്യൂവബിളിന് ലഭിച്ചിരിക്കുന്നത്. നസാര ടെക് എന്ന കമ്പനി സ്പോർട്സ് യൂട്ടിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 71.54 സ്റ്റേക്കുകൾ അക്വയർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ DLF എന്ന കമ്പനി DLFൻ്റെ തന്നെ സബ്സിഡറി കമ്പനിയായ റിക്കോ ഗ്രീൻസ് ലിമിറ്റഡിൻ്റെ 50% സ്റ്റേക്കുകൾ 497 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യും. ഫെഡറൽ ബാങ്ക് ഏജിസ് ഫെഡറൽ ലൈഫ് ഇൻഷുറൻസിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 4% ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. NTPC ഗ്രീൻ എന്ന കമ്പനി 320 മെഗാവാട്ട് ശേഷിയുള്ള ബെൻസാര സോളാർ പ്രോജക്റ്റിൽ 100 മെഗാവാട്ടിൻ്റെ ഓപ്പറേഷൻ കൊമേഴ്ഷ്യലി ആരംഭിച്ചു കഴിഞ്ഞു. TVS മോട്ടോർ ഗോ കോർപ്പിൻ്റെ 8.26% സ്റ്റേക്കുകൾ അക്വയർ ചെയ്ത് ഗോ കോർപ്പിനെ TVS മോട്ടോറിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയാക്കി മാറ്റിയിട്ടുണ്ട്. ONGC ഗ്രീൻ തുടങ്ങിയ റിന്യൂവബിൾ എനർജി സെക്ടറിലെ കമ്പനികളിലേക്ക് ONGCയുടെ തന്നെ സബ്സിഡറി ആയിട്ടുള്ള റിന്യൂവബിൾ എനർജി സെക്ടറിലെ കമ്പനികളിലേക്ക് 3,300 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്യൂസ് ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.